പക്ഷെ ലാസ്റ്റ് ആണ് സുരാജന്റെ ഇത് അത് കുഴപ്പമില്ല. എന്തായാലും ആസിഫിൽ ഇതുവരെ എല്ലാ ഫിലിം കണ്ടതിൽ ഒരു വെറൈറ്റി പടം, കിടക്കാച്ചി പടം, വേറെ ഒരു രക്ഷയില്ല. സെന്റിമെന്റ്സ് പിന്നെ കോമഡി ഒന്നും പറയണ്ട. കിടക്കാച്ചി പിന്നെ ലാസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ഞാനടക്കം കറഞ്ഞു പോയി. കുറച്ച് ചിരിക്കാനുണ്ടായിരുന്നു, പക്ഷെ സങ്കടമായി പോയി ലാസ്റ്റ്. ഒരു സംഗതി കുഴപ്പമില്ല. ആസിഫിന്റെ പടത്തില് അടിപൊളി പടം, കിടക്കാച്ചി സൂപ്പർ സൂപ്പർ ഡൂപ്പർ കിടിലമാണ് കേട്ടോ. സുരാജ് കിടക്കാച്ചി ചില സീനിലൊക്കെ നമ്മള് കണ്ണ് നിറഞ്ഞു പോകും. സുരാജിന്റെ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട് പടം. സംഗതി ചെറുതാണെങ്കിലും പൂത്തിരി പോലെ നല്ല കിടക്കാച്ചി അടിപൊളിയായിട്ടുണ്ട്. പൂത്തിരി പോലെ എന്നല്ല, പക്ഷെ ആസിഫിലെ ത്രൂ ഔട്ട് ആ ക്യാരക്ടർ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഒരുപാട് മെസ്സേജ് ഉണ്ട്. നമുക്ക് സാധാരണ ഒരു മനുഷ്യനുണ്ടാവുന്ന ഒരുപാട് മെസ്സേജുകളുണ്ട് ഈ പടം. സുരാജ് എന്ന് പറഞ്ഞ വ്യക്തി പഴയ ഒരു ചളി കോമഡി ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല. ത്രൂ ഔട്ട് അവസാനം ഭയങ്കര പെർഫോമൻസ്, അടിപൊളിയായിട്ട്. വലിയൊരു പടമല്ല കേട്ടോ, വലിയൊരു പടമല്ല, പക്ഷെ ചെറിയ പടമാണെങ്കിലും ഒരിക്കലും ഒരു ചിറ്റിയടി ഒന്നുമില്ല. ചിറ്റിയടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും വരണ്ട. ചിറ്റിയടിയില്ല, വെടിവെപ്പില്ല, ഒന്നുമില്ല. പക്ഷെ ഫാമിലി വന്ന് കാണാം. എല്ലാവരും ഒരു നെഗറ്റീവ് അഭിപ്രായമായിട്ട് കാണണ്ട. ഈ പടം ഫാമിലിയായിട്ട് വന്ന് കണ്ട ഇഷ്ടപ്പെടും എന്നുള്ള ഗ്യാരണ്ടി ഞാൻ തരാം. ലാസ്റ്റ് നമ്മൾ കണ്ണ് നിറഞ്ഞു പോയി. കാരണം സുരാജിന്റെ ഒരു വന്നിട്ട് പുള്ളിക്ക് ഒരു പെർഫോമൻസ് ഉണ്ട്, നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ണ് നിറഞ്ഞു പോകും. ഫ്രണ്ട്ഷിപ്പ് അടിപൊളി. അതാണ് ഞാൻ പറഞ്ഞത്, കുറെ സാധാരണ മനുഷ്യർ മനസ്സിലാക്കേണ്ട എല്ലാം വിവരിച്ചു തരുന്നുണ്ട്. കാരണം നമുക്കൊക്കെ അനുഭവം എന്റെ ജീവിതത്തിൽ ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു. എന്റെ ജീവിതത്തിൽ ഇതേ സിറ്റുവേഷൻ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇതുപോലെ തന്നെ സാമ്പത്തികമുള്ള ചില ആൾക്കാരോടുള്ള നമ്മുടെ അങ്ങനെ പോയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സുരാജ് സൂപ്പറാണ്. ആസിഫലി അടിപൊളിയാണ്. ആസിഫലി മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ എന്നുള്ളത് ഉറപ്പാണ്. അടുത്ത സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ആസിഫലി വരും എന്നുള്ള ഉറപ്പാണ്. സുരാജ് ചേട്ടൻ കിടിലം. എല്ലാ ഫാമിലി ഓഡിയൻസ് വന്ന് കാണേണ്ട കുട്ടികളും കുഞ്ഞുങ്ങളും. ഇതിനകത്ത് ഒരു പങ്കരാട്ടണ ഒന്നുമില്ല. പട്ട അടിപൊളിയാണ്. ഫാമിലി അത് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു പടം. ആസിഫലി ലെവൽ ക്രോസ് ഞാൻ കണ്ടതാണ്. ലെവൽ ക്രോസിന്റെ കമന്റ്സ് എനിക്ക് പറയാൻ പറ്റിയില്ല. ലെവൽ ക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നല്ല പടമാണ്. പക്ഷെ അത് എന്തുകൊണ്ട് വിജയിച്ചില്ല എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടില്ല. അടിപൊളിയാണ്, സൂപ്പറാണ്. കാരണം ഇനിയിപ്പോ ഒരു പുതിയ പടം വരാണ്ട്, ടേക്ക് ടാക്കാന്ന് പറഞ്ഞിട്ടൊരു പുതിയ പടം വരാണ്ട്. ഞാൻ പുള്ളിയുടെ കൂടെ ഒരു സീനിൽ ഞാൻ അഭിനയിച്ച ആളാണ്. ഞാൻ പറയാണ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവർ രണ്ടിന്റെ ആക്ടിങ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഫ്രെയിംസ് ആണെങ്കിലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഒരു ഹ്യൂമാനിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ജോണർ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. ആൻഡ് മോർ ഓവർ സോ ഹാപ്പി ഫ്രം നഹാസ് ഓൾസോ. നഹാസ് എൻ്റെ ഫ്രണ്ടാണ്. അതുകൊണ്ട് നഹാസിന്റെ ആദ്യത്തെ പടമാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പ്രൊമോഷൻ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം വീടിന് വെളിയിൽ ഇറങ്ങി നടക്കുന്നവർക്ക് എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെ. താങ്കൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയോ? ഉറപ്പായിട്ടും രണ്ടുപേരും രണ്ട് ചിന്താഗതിയിൽ അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലാകും. നമ്മളില് ഒരാളെ പോലെ ഇരുന്ന് കണ്ടാൽ മതി, മനസ്സിലാവും. രണ്ടുപേരിൽ ഒരാള് നമ്മളുടെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും തോന്നും. സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. OTT വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നല്ല രസമുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ജോണർ കണ്ടിട്ടില്ലല്ലോ. കാണാൻ നല്ല രസമാണ്. ഓൾ ദി ബെസ്റ്റ്.